പൂജനീയ സ്വാമിജി, പ്രിയപ്പെട്ട നമ്മുടെ മെട്രോമാൻ, മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ഞാനൊരു വയനാട്ടുകാരനാണ്. എൻ്റെ ബാല്യവും കൗമാരവും വയനാടിൻ്റെ മണ്ണിനോട് ഇഴുകിച്ചേർന്ന് അവിടുത്തെ വയൽവരമ്പിലൂടെ തോടനെ പിടിച്ച് ഞണ്ടിനെ പിടിച്ച് അവിടുത്തെ മല കയറി എടയ്ക്കൽ ഗുഹയിൽ അന്തിയുറങ്ങി അങ്ങനെ ജീവിച്ച ഒരു കൗമാരം. ആ കൗമാരത്തിൻ്റെ നനുത്ത ഓർമ്മകൾ നിങ്ങളെ പഴയ ആൾക്കാർ കണ്ടു കാണും. ഞാൻ വയനാട്ടിൽ നിന്ന് ചുരം ഇറങ്ങുന്ന ഓർമ്മ എനിക്കുള്ളത് 66-ലാണ്. 1966, 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. അന്ന് ലക്കിടി എത്തുമ്പോൾ നൂൽമഴ 24 മണിക്കൂറും 365 ദിവസവും നൂൽമഴ പെയ്യുന്ന ലക്കിടിയിലൂടെയാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് വന്നത്. ആ നൂൽമഴ എനിക്കൊരു അത്ഭുതമായിരുന്നു. ആ നൂൽമഴ പതിയെ പതിയെ 70-ഓടനുബന്ധിച്ച് നൂല് പോലും ഇല്ലാത്ത, മഴയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വയനാട് മാറുകയുണ്ടായി. ഇത് വയനാടിന് മാത്രം ഒരവസ്ഥയല്ല, കേരളത്തിലെ മലയോര മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ മാറ്റം വന്നു. അന്ന് ഞങ്ങൾ ഗ്രാമങ്ങളിലെല്ലാം ഓടിച്ചാടി നടന്ന് മരം വേണം, മരം വെട്ടല്ലേ എന്നൊക്കെ കവിതയും കഥകളും നാടകവും ചൊല്ലി നടന്നിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർ ചോദിച്ചത് കടലിൽ മരമുണ്ടായിട്ടാണോ മഴ പെയ്യുന്നത് എന്നാണ്. ആ കാലവും കടന്നു വന്ന് ഈ വയനാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അവിടെ മിക്സഡ് ക്രോപ്പായിരുന്നു കൃഷി. 4 കാപ്പിക്കൊരു പ്ലാവുണ്ടായിരുന്നു. പ്ലാവിലായിരുന്നു മുളക് പടർത്തിയിരുന്നത്, നാടൻ മുളക്. പിന്നീട് അത് മണി ക്രോപ്പ് എന്നൊരവസ്ഥയിലേക്ക് മാറി. മണി ക്രോപ്പിലേക്ക് മാറിയപ്പോൾ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് മുരുക്ക് സ്ഥാപിച്ചു, സിൽവർ റോക്കും മുരുക്കും സ്ഥാപിച്ചു. മണ്ണിൻ്റെ ഘടന, മുളകിന് വില കൂടിയപ്പോൾ മുളക് അങ്ങോട്ട് വെള്ളയട്ടെ എന്ന് പറഞ്ഞ് രാസവളം പ്രയോഗിച്ചു. ഇന്ന് മച്ചിയായിട്ടുള്ള ഒരു ഭൂമിയാണ് വയനാട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ മാറ്റം എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തൊട്ടറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഇനി നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി വന്നപ്പോൾ, ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ വായിച്ചു നോക്കുക പോലും ചെയ്യാതെ പുച്ഛിച്ച ആളുകളാണ് നമ്മൾ. അന്ന് ഒരു ചാനൽ പോലും അതിൻ്റെ ഉള്ളടക്കം ചർച്ച ചെയ്തില്ല. പകരം താമരശ്ശേരി നടന്ന സമരവും ഈ പറയുന്ന സഭകൾ നടത്തിയ സമരവും കൊണ്ട് അതിൻ്റെ റിപ്പോർട്ടിനെ പോലും നമ്മൾ തള്ളിക്കളഞ്ഞു. അങ്ങനെ ആ റിപ്പോർട്ടിൽ എന്താണ് എഴുതി വെച്ചതെന്ന് പോലും അറിയാതെ അതിനെതിരെ സമരം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, കൂടുതലൊന്നും നമ്മൾ പോവില്ല, ജീവിച്ചിരിക്കെ തന്നെ നമ്മൾ ഈ ദുരന്തം കാണുമെന്ന് ഗാഡ്ഗിൽ പറഞ്ഞു. കണ്ടു, നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ കാണുമ്പോഴും 500 പേരാണ് ഒറ്റയടിക്ക് ഒലിച്ചു പോയത്. 500 പേരെന്ന് പറയുന്നു. പക്ഷെ വയനാട്ടുകാർ പറഞ്ഞ് സാറേ 500 അല്ല, 1000 ഉണ്ട്. കാരണം അവിടെ വന്ന ബംഗാളികൾക്കോ അതല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്ന ആളുടെയോ കണക്കില്ലാതെ ഒഴുകിപ്പോയി. ഇന്നലെയും നമുക്ക് മൃതശരീരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ചെറിയ കുന്നിടിഞ്ഞിട്ടേ ഉള്ളൂ. പശ്ചിമഘട്ടത്തിലെ ഒരു ചെറിയ കുന്നിൻ്റെ ഒരു കൊച്ചു ഭാഗം ഇടിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു മലയിടിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് അവിടെ? എനിക്ക് ഇപ്പോഴും അറിയില്ല കാരാപ്പുഴ ഡാം എന്തിനു വേണ്ടി ഉണ്ടാക്കിയത്. എനിക്ക് മാത്രമല്ല, വയനാട്ടിലെ ഒരു കുട്ടിക്ക് അറിയില്ല ഈ കാരാപ്പുഴ ഡാം എന്തിനു വേണ്ടി ഉണ്ടാക്കിയതെന്ന്. അതിനകത്ത് ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. എന്തിനു വേണ്ടി ആ ഡാം എന്ന് ആർക്കും അറിയില്ല.
അങ്ങനത്തെ. അപ്പം വികസനം വേണ്ട എന്ന് പറയുന്നില്ല, വികസനം അത് എത്തരത്തിലുള്ള വികസനം വേണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് നമ്മുടെ മുന്നിൽ വേണം. വികസനം നമുക്ക് പാടെ ഉപേക്ഷിച്ചുകൊണ്ടല്ല, പക്ഷേ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ വികസനം വേണം എന്ന് പറയുന്ന. മറ്റൊന്ന്, എനിക്ക് എറണാകുളത്ത് പോകുമ്പോൾ പേടിയാ സാറേ. കാരണം എറണാകുളത്ത് എപ്പോഴാണ് പൊട്ടുകയെന്ന് ആർക്കും അറിയില്ല. അത് സാറാ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്താണ് ജ്യോത്സ്യന്മാര് പറയുന്നു അടുത്ത മാസം 12-ാം തീയതി പൊട്ടും. ഇപ്പൊ നമുക്കുണ്ടാവുന്ന ഭീതി എന്താണ് എന്ന് അറിയില്ല. ഇപ്പൊ എന്താണ് SMS മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ SMS മെഡിറ്റേഷനിൽ ഇന്ന് പൊട്ടും നാളെ പൊട്ടും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഭയം ഇങ്ങനെ ഊറിക്കൂടുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ജനങ്ങൾ ഭയപ്പാടിലാണ്. ആ ജനങ്ങളുടെ ഭയപ്പാട് അകറ്റാൻ പറയുന്ന മരുന്നോ ഇത് 1000 വർഷം കഴിഞ്ഞാലും പൊട്ടൂല എന്നാ എനിക്ക് ഉറപ്പാ. പൊട്ടുന്നു 1000 വർഷമൊന്നും അതിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. 130 വയസ്സ് കഴിഞ്ഞു. 130 സാറേ, നമുക്ക് വെന്റിലേഷനിൽ കയറി കിടത്തിയാലും ഒരു ശ്വാസം പിടിച്ച് കയറ്റി കുറെ കാലം കൊണ്ടുപോകും. അത് കഴിഞ്ഞാലോ നമുക്ക് എന്തായാലും മരണം എന്നുള്ളത് ഏത് സൃഷ്ടിയുടെയും ഒരു നാശം എന്നുള്ളത് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം ഈ ഭയപ്പാടില്ലാതെ. 2 രീതിയിലാണ്. സ്വാമിജിയോട് ഞാൻ പറഞ്ഞു, പ്രകൃതിയും മനുഷ്യനും എങ്ങനെയാണ് പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് പോകേണ്ടത് എന്ന് നമ്മുടെ പൂർവികർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചില്ല എന്ന് മാത്രം. അതേപോലെ പ്രകൃതിയും നിർമ്മിതിയും, അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ മെട്രോമാൻ എന്ന് വിളിക്കുന്ന നിർമ്മിതിയുടെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരാളാണ് നമുക്കുള്ളത്. അപ്പം പ്രകൃതിയും നിർമ്മിതിയും അതെങ്ങനെ സമരസപ്പെട്ടു പോകണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത വിഷയം. അപ്പോൾ രണ്ടുമായി നമുക്ക്, ഒന്ന് പ്രകൃതിയും മനുഷ്യനും എങ്ങനെ സമരസപ്പെട്ടു പോകണം, ഒപ്പം തന്നെ പ്രകൃതിയും നിർമ്മിതിയും എങ്ങനെ സമരസപ്പെട്ടു പോകണം. നമുക്ക് ലോകം മുഴുവനും ചിന്തിക്കുന്നത് ഇന്ന് ഈ ഉഷ്ണതരംഗത്തെ കുറിച്ചാണ്. കർക്കിടകം ചിങ്ങത്തിലേക്ക് മാറി, ഏറ്റവും ചിങ്ങം വൃശ്ചികത്തിലേക്ക് മാറി. നമ്മളൊക്കെ പണ്ട് പറയും കർക്കിടകം 1-ാം തീയതി കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞാൽ പെരുമഴയാണ്. അത് കഴിഞ്ഞാൽ കർക്കിടകത്തിൽ 10 വെയിലുണ്ട്, ആനത്തോലുണങ്ങുന്ന വെയിലാണെന്നാ പറയുക. ആനത്തോലുണങ്ങുന്ന വെയിൽ. ഇന്ന് കുട്ടികൾക്കതൊന്നും അറിയില്ല. അപ്പൊ ആ നമ്മുടെ ചിന്തകൾ നമുക്ക് മാറി. ഇന്ന് മേഘവിസ്ഫോടനത്തിന്റെ കാലമാണ്. അപ്പോ നമ്മള് മറ്റു ചിന്തകൾ വിട്ട് പ്രകൃതിയിലേക്ക് ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗൗരവമായ വിഷയം നമ്മളൊന്ന് പഠിക്കുന്നത്. നമ്മൾ മാത്രം പഠിച്ചാൽ പോരല്ല, കേരളത്തിൽ മൊത്തം. അപ്പൊ നമുക്ക് ഉപദേശം തരാവുന്ന 2 കാര്യം ഞങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ സമീപിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ശ്രീധരൻ സാറ്. അദ്ദേഹത്തിന് ഇതിലൊരു നിലപാടെടുക്കാൻ കഴിയും. ആ നിലപാടിലേക്ക് കേരളത്തിലെ ഗവൺമെന്റിനെ, കേന്ദ്രത്തിലെ ഗവൺമെന്റിനെ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ ഒരു കുൽസിത ശ്രമമാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു ശ്രമമല്ല, സാറിനെ ഇവിടെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഭയമില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള ഒരവസ്ഥ സൃഷ്ടിക്കണം. അതിന് അങ്ങയുടെ ഉപദേശം ഞങ്ങൾക്ക് വേണം, അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ഒരു ചെറിയ പരിപാടി, പക്ഷെ ചെറിയ പരിപാടിയുടെ ശബ്ദം ലോകം മുഴുവൻ എത്തണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. ഏതായാലും ഈ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷമുള്ള മുഖങ്ങളാണുള്ളത്. കാര്യപ്രാപ്തിയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷം ജനിപ്പിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നമ്മുടെ പ്രിയ സ്വാമിജിയെ ഈ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം.